ഈ ചർച്ചയിലേക്ക് ഊരാളുകൾ ഒരു പ്രതിനിധിയെ നമ്മൾ വിളിച്ചതാണ്. പക്ഷേ അവർക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എന്തോ പരിമിതി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഒരു പ്രതികരണം കിട്ടി, ഊരാളുങ്കൽ സിഇഒയുടെ പ്രതികരണം. അതൊന്ന് കേൾക്കാം. ക്വാളിറ്റി കൺട്രോളിൻ്റെ പാർട്ടായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ്, അത് എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ പോണ്ടിങ് ടെസ്റ്റ്. ഇത് ചെയ്തപ്പോൾ അവിടെ ഡാമ്പിനെസ് കണ്ടു. അപ്പോൾ ഡാമ്പിനെസ്സിനുള്ള റീസൺസ് അതിനകത്ത് കുറേ കാര്യങ്ങളാകാം. അതൊന്ന് ഷ്രിങ്കേജ് ക്രാക്കുകളാകാം, അത് മൈക്രോ ക്രാക്സുകളകത്ത് വരുന്നതാകാം. ഞാൻ ഇതും പറഞ്ഞു, അത് ഈ പൈപ്പുകൾ, PVC പൈപ്പുകൾ കണ്ടിയൂട്ട്സിനകത്തൂടെ നമ്മൾ ഇലക്ട്രിക്കൽ ലൈൻ കൊണ്ടുവരാൻ വേണ്ടി കണ്ടിയൂട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ടും അകത്ത് ഇങ്ങനെ സ്ട്രെയിൻസ് സംഭവിക്കാം. വെള്ളം ഇറങ്ങുന്നതിന് ഒരു റീസൺ വേണമല്ലോ. ഓക്കെ, അത് ഇറ്റ് ക്യാൻ ബി ഇത് ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഇഷ്യൂ അല്ല. ക്വാളിറ്റി ഇഷ്യൂ നമ്മൾ ഓരോ തലത്തിലും നടത്തുന്ന ക്വാളിറ്റി കൺട്രോൾ മെത്തേഡിൻ്റെ പാർട്ടായിട്ട് കണ്ടുപിടിച്ച് നമ്മൾ തന്നെയാണല്ലോ മാർക്ക് ചെയ്തത്, അല്ല വേറെ ആരും വന്നല്ലല്ലോ മാർക്ക് ചെയ്തത്. നമുക്ക് അങ്ങനെ ഹൈഡ് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ മേളിൽ വാട്ടർ പ്രൂഫിങ് കഴിഞ്ഞ് ഈ 2 ഇഞ്ച് തിക്നെസ് അഡീഷണലുള്ള കോൺക്രീറ്റും കഴിഞ്ഞിട്ട് നമുക്ക് അത് അന്നേരം തന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. നമ്മൾ അങ്ങനെയല്ല ചെയ്തത്. നമ്മളതിൻ്റെ കോസ്, അതായത് റൂട്ട് കോസ് കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്തിട്ട് ഭാവിയിൽ ഇങ്ങനൊരു ഇഷ്യൂ വരരുത് എന്നുള്ള നിലയിലാണ് നമ്മൾ അവിടുത്തെ കൺസ്ട്രക്ഷൻ പ്രൊസീജിയർ നടക്കുന്നത്. ഓക്കെ, ഞാൻ വർഗീസ് കാണുമ്പോൾ പെട്ടെന്ന് എത്താം. അതിന് സെക്യൂരിറ്റി ലെവൽ വളരെ പെട്ടെന്ന് ഈ ചോർച്ച ഊരാളുങ്കലാണോ താങ്കളാണോ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത്? ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് പ്രകാരം എന്താണ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ട് അവർ വരച്ചതിന് ശേഷമാണ് താങ്കൾ കാണുന്നത്, അങ്ങനെയാണോ? ഊരാളുങ്കലെ ലീക്ക് കണ്ടിട്ട് വരട്ടതാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ലീക്ക് ആദ്യം മേലെ ലീക്ക് ഉണ്ട്, ആദ്യം കാണുന്നത് അവരാണ്. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ. സ്ഥലമുണ്ട്, അവര് വരച്ച് ഒരു മാർക്കിട്ട് പോയതാണ്. മെയിൻ സ്ലാബിന് വിള്ളൽ വരാൻ പാടില്ലല്ലോ. അത് ഡിഫക്റ്റ് ആണ് സുരേഷ് കുമാർ അടക്കം പറയുന്നുണ്ടല്ലോ. പക്ഷേ വർഗീസ് കണ്ണമ്പള്ളി, അത് എന്താണ് താപനിലയുടെ വ്യത്യാസം മൂലമുള്ള വിള്ളൽ ആയിരിക്കാം അത്, അല്ലെങ്കിൽ പൈപ്പിൻ്റെ എന്തോ കണ്ടക്ടിവിറ്റിയോ എന്തോ ഒക്കെയാണ് എന്ന സാങ്കേതികത്വം പറയുന്നുണ്ട് ഊരാളുങ്കൽ. അത്രയും സിമ്പിളാണോ ആ കാര്യങ്ങൾ? അതിനോട് ചേർത്ത് മറുപടി പറഞ്ഞോളൂ. അതിനോടൊപ്പം സുരേഷ് കുമാർ പറഞ്ഞ ഈ പറയുന്ന ആ പാലം താരതമ്യത്തിനുള്ള മറുപടി. അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായ യാതൊരു ഇടപെടലും ഇതിനകത്തുണ്ടായിട്ടില്ല. മന്ത്രിയല്ല ഇത് പരിശോധിക്കേണ്ടത്. കേരളത്തിലെ ടെക്നിക്കൽ എക്സാമിനറുണ്ട്, ചീഫ് ടെക്നിക്കൽ എക്സാമിനറോ അല്ലെങ്കിൽ ബിൽഡിംഗ് കെട്ടിട വിഭാഗത്തിൻ്റെ ചീഫ് എഞ്ചിനീയറോ നേരിട്ട് ഈ പ്രശ്നം അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് അവരാണ് കണ്ടുപിടിപ്പിക്കേണ്ടത്. അല്ലാതെ ഒരാളെങ്കിൽ തന്നെ വാദിയും എല്ലാം കൂടെ, പ്രതിയും വാദിയും എല്ലാം കൂടെ ഒരാൾക്ക് നോക്കുകയല്ലോ. ഒരാളുകളുടെ ഭാഗത്തുനിന്ന് ഇപ്പം വീഴ്ച വന്നിരിക്കുന്നു. അത് പരിശോധിക്കാൻ ഗവൺമെൻറ്റിൻ്റെ കോമ്പറ്റീറ്റീവായിട്ടുള്ള ഒരു അതോറിറ്റി അന്വേഷണം നടത്തണം. ഇല്ലെങ്കിൽ പൊതുജനങ്ങൾ ചിലപ്പോൾ കോടതിയിൽ പോയെന്ന് വരും. ഇത് കേരളത്തിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ചീഫ് ടെക്നിക്കൽ എക്സാമിനറുണ്ട്, അദ്ദേഹത്തിന് ഏത് മിസ്റ്റേക്സും പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. കെട്ടിട വിഭാഗം വളരെ ശക്തമാണ് കേരളത്തിൽ, അതിൻ്റെ ചീഫ് എഞ്ചിനീയറുണ്ട്. ഇവരെയൊക്കെ വെച്ചിട്ട് ഒരു അന്വേഷണം നടത്തുകയും എന്താണ് കുറ്റം, എന്താണ് പ്രശ്നം, ഇതിൽ 5 കൊല്ലമെങ്കിലും നിൽക്കണ്ടേ. അപ്പോൾ ഇപ്പോൾ 2-3 കെട്ടിടങ്ങൾക്ക് മാത്രമല്ല ആണ് പ്രശ്നമെങ്കിൽ പോലും അത് നിർമ്മാണ വൈകല്യം പലയിടത്തും കാണും എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. കാരണം ഇതിനൊന്നും ഇതുവരെ യാതൊരു കാര്യങ്ങളിലും സുതാര്യത ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ എസ്റ്റിമേറ്റിൻ്റെ കാര്യത്തിലോ ഭൂകമ്പത്തെ പ്രതിരോധിക്കുമെന്നോ ഒന്നും ജനങ്ങൾക്ക് അറിയത്തില്ല. അതിനെ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റഡായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതിന് ഡോക്യുമെൻ്റ് ഉണ്ടാക്കണം. സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് തന്നെ നല്ലൊരു അന്വേഷണം നടത്തണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ, വർഗീസ് കണ്ണമ്പള്ളി, നേരത്തെ സുരേഷ് കുമാർ പറഞ്ഞ ഈ നമ്മുടെ പാലാരിവട്ടം പാലം കമ്പാരിസൺ ബ്ലണ്ടർ ആണെന്നതിന് മറുപടി. അതെ, ഒരു കുഴപ്പമില്ല. പാലാരിവട്ടം പാലത്തിലും കുറ്റം കണ്ടുപിടിച്ചത് ആ കോൺട്രാക്ടർ തന്നെയാണ്. അതിൻ്റെ ഡിഫക്ട്സ് കണ്ടുപിടിച്ചത് കോൺട്രാക്ടർ കണ്ടുപിടിച്ചിട്ട് അത് ചെന്നൈ IIT കൊണ്ട് പരിശോധിപ്പിച്ച് അത് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പണി ചെയ്യിച്ചിട്ട് കുറെ കാര്യങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരാളുകൾ ഇടപെടുകയും ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് വാലറ്റ് പോയിന്റ് ആണ്. എന്താണ് ആ വീട് പണിഞ്ഞത് ഊരാളുങ്കലാണ്. വീടിന് ഡിഫക്റ്റ് ഉണ്ടോ, ചോർച്ച കണ്ടെത്തി, അത് ചോർച്ച ഉണ്ടായ നിർമ്മാണ പിഴവാണോ അല്ലയോ എന്ന് പറയേണ്ടത് ഊരാളുങ്കലല്ല. കാരണം എന്താണ്, അവർ നിർമ്മിച്ച വീട് ചോർച്ചയുണ്ടോ ഞങ്ങളുടെ നിർമ്മാണ പിഴവാണെന്ന് ആരെങ്കിലും സമ്മതിക്കുമോ? പുറത്തുനിന്ന് പരിശോധന വേണം, അന്വേഷണം വേണം. കാര്യം ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് സമാധാനത്തോട് താമസിക്കേണ്ട വീടുകളാണ്. ഒരു പ്രശ്നവുമില്ലെന്ന ബലപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായേ മതിയാവുകയുള്ളൂ. പിന്നെ ഈ പറയുന്ന അത് പുറത്തു പറയുന്നവരെ അവിടുന്ന് പുറത്താക്കണം, ഔദാര്യം എന്ന മട്ടിൽ പറയുന്ന ഈ പറയുന്ന സൈബർ പോസ്റ്റുകളൊക്കെ കൈവച്ചാൽ മതി.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.